ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരുവിധ എഡിറ്റിങ് കഴിഞ്ഞെങ്കിലും അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്യാമെന്നാണ് എൻ്റെ തീരുമാനം. ഹോളിൽ സ്റ്റാൻഡിൽ തുണികളൊക്കെ അങ്ങനെ വിരിച്ചിട്ടേക്കണത്. തുണികൾ ഉണങ്ങാപ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ രാത്രി ഇതേപോലെ വിരിച്ച് ഫാനും കൂടി ഇട്ടിട്ട് രാവിലെ ആകുമ്പോഴേക്കും ഒരുവിധം ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിരിച്ചിട്ടതാണ്. ഇനിയിപ്പോൾ ഈ അടുക്കളയിലെ പണികളൊന്നും ഒതുക്കിയിട്ട് വേണം അങ്ങോട്ട് എത്തിക്കാൻ പണികൾ. പിന്നെ ഞാൻ 5:30 അലാറാൻ വെച്ചെങ്കിലും ഒരു 6 മണി ആ നേരമൊക്കെ ആയിട്ട് എണീക്കും. അരി അടുപ്പത്തിട്ടിട്ട് ചോറ് വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി പരിപാടികൾക്ക് കടന്നത്. അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ പല്ല് തേച്ച് കുളിച്ച് പിന്നെ വീണ്ടും അടുക്കളയ്ക്ക് എത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പം അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. മാവ് ഇത്തിരി കട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും പിന്നെ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ശരിയാക്കി കൊടുക്കുക. അതാ സ്കൂൾ ബസ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 8:30 ആകുമ്പോഴേക്കും എത്തും. അപ്പം 7 മണി 7:15 ആകുമ്പോഴേക്കും നീരവനെ എണീപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ വേണം അടുക്കളപ്പണികളൊന്നും ഒതുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ കൂടി എടുക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോകുന്നുണ്ട് കേട്ടോ. അടുക്കള മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. സ്റ്റാൻഡുകളും പാത്രത്തിൻ്റെ സ്റ്റാൻഡുകളായാലും പിന്നെ എല്ലാ ഉപ്പ് മുളക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ സ്റ്റവിൻ്റെ പൊസിഷൻ ഒന്ന് നീക്കി വെച്ചു. അപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ പുതിയ ഭരണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതൊക്കെ വെച്ചപ്പോൾ തന്നെ ഒരു അടുക്കള കാണാൻ ഒരു രസമായിട്ടോ. അപ്പോൾ ആ ഒരു ഒരു അടുക്കളയിലൊക്കെ ഒരു ചേഞ്ച് വരുമ്പോൾ കേറാനായാലും നമുക്കൊരു സന്തോഷം വരുമല്ലോ. അപ്പോൾ വേഗം അടുക്കളയിൽ കയറി പണി. അതുകൊണ്ട് മാത്രമല്ല പിന്നെ നമുക്ക് സ്കൂളിലേക്ക് വിടേണ്ടതും ആണല്ലോ വെച്ചിട്ട് ഇങ്ങനെ പണി കൊണ്ടെടുത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴും ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഒരു പോസിറ്റിവിറ്റി ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും. ബാക്കി അങ്ങോട്ട് നീങ്ങിക്കോ. ചായ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ കട്ടൻ. അപ്പം അതും കൂടെ വയ്ക്കാനാണ്. അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ആയി വരുമ്പോഴേക്കും വേറെ പരിപാടിയിലേക്ക് കിടക്കണം. അതായത് ഒരു സൈഡിൽ ദോശ ചുടുന്നുണ്ട്, ഒരു സൈഡിൽ ചായ, അങ്ങനത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ച നെയ്യൊക്കെ കഴിഞ്ഞു. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൽക്ക് ഡേ, അതായത് മിൽക്ക് പ്രൊഡക്ട്സ് എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ് കുറച്ച് നെയ്യ് ഉണ്ടാക്കി വെച്ചത് അതൊക്കെ അതിൽ കൊടുത്തു വിട്ടപ്പം പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന നെയ്യൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയത് മേടിച്ചു. അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഇത് തീരുമ്പോഴേക്കും ഇനി അടുത്തത് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാനും ബാക്കിയുള്ള പാടകളൊക്കെ ഒതുക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ക്വാണ്ടിറ്റി ആവാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത്തിരി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടത്. ഇന്ന് ബുധനാഴ്ച ആണെങ്കിലും സാധാരണ സ്പെഷ്യൽ യൂണിഫോം ഫുൾ വൈറ്റ് ആണല്ലോ. പക്ഷേ ഇന്ന് ഇടണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് ID കാർഡിൻ്റെ എന്തോ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോമൺ യൂണിഫോം ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞേക്കാട്ട് കേട്ടോ. അപ്പം അല്ല മഴയായതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട്. ഇതിലൊക്കെ വൈറ്റിലൊക്കെ പെട്ടെന്ന് കറ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ അയണമൊന്നും ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ യൂണിഫോമൊന്നും. അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. അപ്പം തിങ്കളാഴ്ച അംബ്രല്ല ഡേ, പിങ്ക് ഡേ ഒക്കെ ആയിരുന്നു. അപ്പം അത് പ്രമാണിച്ച് പിങ്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അന്ന് പോയത്. അപ്പം അതുകൊണ്ട് കൂടെ പിന്നെ കോമൺ യൂണിഫോം അങ്ങനെയും കൂടെ പറഞ്ഞു. ID കാർഡാണ് പ്രധാനം. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കാനാണ് ഇന്ന് പറഞ്ഞത്. നമ്മുടെ ചായ അങ്ങോട്ട് തിളച്ച് വന്നു കേട്ടോ. ചായയിലിട്ട് കൊടുക്കുകയാണ്. രാവിലെ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ചില സമയത്ത് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ ചില സമയത്ത് വരുന്നുണ്ട്. ഷീറ്റിൻ്റെ മുകളിലൊക്കെ അങ്ങനെ വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ മ്യൂട്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ സാധാരണ പോലെ റേഡിയോ ഒന്നും ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി. വീഡിയോ എടുക്കലും ഈ ഒരു പരിപാടി അതിനിടയിൽ പിന്നെ ആ പാട്ടൊന്നും കേൾക്കാനൊന്നും സമയം കിട്ടിയില്ല. ആ ഒരു കാര്യം വിട്ടിട്ട് ബാക്കി പരിപാടികളും അങ്ങനെ തുടർന്ന് പോവാണ്. ഇതിനിടയ്ക്ക് എൻ്റെ 2-3 ദോശകൾ കരിഞ്ഞു പോയിട്ടോ. എന്താ ചില സമയത്ത് വീഡിയോസിൽ എപ്പോഴും ചില സമയത്തല്ല മിക്കപ്പോഴും എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ദോശ കരിഞ്ഞു പോകാറുണ്ട്. അപ്പം അത് ഞാൻ എനിക്ക് തന്നെ മാറ്റി വയ്ക്കും. അങ്ങനെ ഒരെണ്ണം ഇതുവരെ കരിഞ്ഞതിൽ 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരെണ്ണം കരിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പരിപാടി, അതായത് ഇന്ന് ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേരി വെച്ച് കൊടുക്കാനാണ്. ചാറുകറിയൊന്നും അങ്ങനെ കൊടുത്തു വിടാറില്ല. അപ്പോൾ ബീട്രൂട്ടിന് തലേ ദിവസം അരിഞ്ഞ് വെക്കേണ്ടതായിരുന്നു, പറ്റിയില്ല. അപ്പോൾ ചില സമയത്ത് മടി പിടിച്ചിട്ടാണ്
അങ്ങനെ ഇതിൻ്റെ തോട് കളയലും ദോശ ഉണ്ടാക്കലും എല്ലാം അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. അതിൻ്റെ ഇടയിൽ ചട്നി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അടുപ്പും പാത്രമൊന്നും ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കട്ടൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുകയാണ്. പാല് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ പാല് ചേട്ടൻ ഡെയിലി ഒന്നും വരുന്നില്ല. ചില സമയത്ത് അങ്ങനെ മടി പിടിച്ച് മുടങ്ങുക തോന്നുന്നു. പാല് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പറയണ്. അപ്പം കട്ടനാണ് ഇന്ന് രാവിലത്തെ ചായ. അപ്പോൾ അത് ഞാൻ ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു 10 മണിക്കാവുമ്പോഴേക്കും എന്തായാലും അതിൻ്റെ ചൂടൊക്കെ ആറി നല്ല പച്ചവെള്ളം പോലെയാവും. അപ്പോൾ ഒന്നും കൂടെ ചൂടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലത്തേക്ക് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഉണ്ണിക്കോ ചേട്ടനോ ആരെ എണീക്കണേന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു. ബീട്രൂട്ട് ഉണ്ടാക്കാൻ സാധാരണ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുട്ട വെച്ചിട്ട് ഒന്ന് പരീക്ഷിക്കല്ല, ഇതിന് മുന്നുണ്ടാക്കിയിട്ട് നീരവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ കൊടുത്തു വിടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതിപ്പോൾ തേങ്ങയാന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചോളും വെച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പം സബോളയും കൂടി ഉണ്ട്. ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാട്ടോ. അതിന് അധികം ടൈമൊന്നും വേണ്ടല്ലോ. ചോപ്പറിൽ വെച്ചാക്കുമ്പോൾ വലിയ സമയം വേണ്ട, കുറച്ച് പെട്ടെന്ന് ശരിയാക്കി കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ തട്ടിമുട്ടി രാവിലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കണേ. ഇനി ഞാൻ ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇതൊന്ന് മൂപ്പിക്കണമല്ലോ. അപ്പോൾ തക്കാളി സബോളയും 2 വറ്റൽമുളകും കൂടി എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൂപ്പിച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കണ്ടോ, ചില സമയത്ത് എൻ്റെ ദോശ കരിഞ്ഞു പോകുന്നു പറഞ്ഞില്ല. ഞാൻ കഴിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഈ നെയ്യൊക്കെ പരട്ടി അങ്ങോട്ട് എടുക്കണത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതിങ്ങനെ മുരുന്നിങ്ങനെ കരിഞ്ഞ ദോശയാകുമ്പോൾ രസമാണ്. അല്ലെങ്കിൽ എന്തോ ഒരു കയ്പ്പ് രസമൊക്കെ വന്നിടുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ദോശയും കൂടി ഇതെങ്കിലും 2 ഇപ്പോൾ കരിഞ്ഞു കേട്ടോ. നീരവന് ഇന്ന് ടിഫിനിൽ ഫ്രൂട്ട് സാലഡോ അങ്ങനെ എന്തോ ഫ്രൂട്ട് സാലഡാണ് കൊടുത്തു വിടാൻ പറഞ്ഞേക്കണത്. പക്ഷേ ഞാൻ ആ കാര്യം വിട്ടുപോയി. അപ്പം ഫ്രൂട്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ദോശ 2 കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കൊടുത്തു വിടാലോ, കഴിച്ചോളും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ അതും കൂടെ കൊടുത്തു വിടാൻ 2-3 കൂടുതൽ ഉണ്ടാക്കി. അതിനിടയിൽ നല്ല വിളി കേട്ടു, അമ്മേ വായു പറഞ്ഞിട്ട് ചെന്നപ്പോൾ നീരവ എണീറ്റു. എന്തായാലും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വരുമ്പോൾ എണീപ്പിക്കാൻ രാവിലെ വലിയ തന്ത്രപ്പാടൊന്നുമില്ല. അവൻ്റെ ആ സമയമാകുമ്പോൾ തന്നെ എണീറ്റ് വന്നോളും. ചേട്ടൻ നല്ല ഉറക്കത്തില്ല കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം കിടന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും എനിക്കൊന്ന് പണി ഒതുക്കി വരാമല്ലോ. അപ്പോഴേക്കും പിന്നെ എണീറ്റല്ലോ. ഇനിയിപ്പോൾ കെടുത്തി ഉടക്കി കഴിഞ്ഞാൽ ക്ഷീണം കൂടണ്ട വെച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. ചേട്ടൻ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അടുക്കളയിൽ കൊണ്ട് ഇരുത്തിയിട്ടോ. എൻ്റെ ഉപ്പേരി ശരിയായിട്ടില്ല. ഉപ്പേരി എന്തായാലും കൊടുത്തു വിടാനുള്ളതല്ലേ. ആ നേരം ആകുമ്പോഴേക്കും റെഡിയാക്കണം. അപ്പോഴേക്കും അവൻ്റെ ആ ഹാങ് ഓവർ ഒന്ന് വിട്ട് കിട്ടിക്കോളുമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇതാ എൻ്റെ ദോശ അത് കരിഞ്ഞില്ല കേട്ടോ. അത് അത് വൃത്തിയായിട്ട് കിട്ടി. അങ്ങനെ അതിൻ്റെ ഇടയിൽ നീരവന് കാല് വേദനയ്ക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തണുപ്പുള്ള സമയത്ത് ഫാന് ഫുള്ളിൽ വിട്ടിട്ട് പുതയ്ക്കാണ്ട് കിടക്കുമ്പോൾ ചില സമയത്ത് അവനെ എനിക്ക് മസിൽ കയറലുണ്ട്, ഇവന് കാല് വേദനയുണ്ട്. അപ്പം ഞാൻ അവനോട് പറയും പുതച്ച് കിടക്കുന്നൊക്കെ. ആര് കേൾക്കണു? അപ്പോൾ പുതയ്ക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു കാലുമ്മ വേദനയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചോപ്പയുടെ അടുത്ത് കൊണ്ടുവന്നേ. അപ്പം ചെറുതായിട്ട് പൊട്ടിക്കൊണ്ട് അവിടെ ഇവിടെ ഇനി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടി വീണ് പൊട്ടിക്കഴിഞ്ഞാൽ വെച്ചിട്ട് ഞാൻ അവിടെ ഷോക്കേസിൻ്റെ മുകളിലാട്ടൊക്കെ കയറ്റി വെക്കണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിടുമ്പം ഇങ്ങനെ നല്ല ചെറിയ ഇങ്ങനെ കട്ടകളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വേണം ഇടാൻ. അല്ലെങ്കിൽ സെറ്റാവില്ല കേട്ടോ. അവിടെ ബലം പിടിച്ച് ഏതെങ്കിലും ബ്ലേഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തടസ്സം വന്നിരിക്കും. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഒരു 5 മിനിറ്റോടെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കേണ്ട ആ പരിപാടി തീരും കേട്ടോ. അതാണ് ഇത്ര ധൈര്യത്തിന് ഞാൻ രാവിലെ ഈ തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി വേഗം വലിയ പരിപാടിയൊന്നുമില്ല. കടുക് പൊടിച്ചിട്ട് അതിൽ ബീട്രൂട്ടിൽ ഞാൻ സബോളയും ചെറുതാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കാണ് കേട്ടോ. ചേട്ടൻ എണീറ്റിട്ടില്ല. അപ്പം ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. കട്ടൻ ചായ നീരവന് വേണ്ടാന്നാട്ടോ പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും കേട്ടോ. അപ്പോൾ കരാട്ട ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഇടിച്ചു പിടിച്ചു എന്നൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ പറയണത്. അപ്പോൾ
എല്ലാ കുട്ടികളും പിന്നെ നല്ല കുടുംബന്മാരാ തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ ഓരോ പരിപാടികളാണ് ഇപ്പോൾ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കണതുകൊണ്ട്. ഇനി ഞാൻ എന്താ ചട്നിയിലേക്ക് കടന്നു കേട്ടോ. ചമ്മന്തി അല്ല, ചട്നിയാണ്, തക്കാളി ചട്നി. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഈ വറക്കണ കൂട്ടത്തിൽ വറ്റൽമുളക് 2 വേണ്ടായിരുന്നു, 1 മതിയായിരുന്നു. 2 ഇട്ടിട്ട് എരിവ് ഇത്തിരി കൂടി, പിന്നെ വെള്ളം ഇത്തിരി കൂടുതൽ ഒഴിച്ചു. അപ്പോൾ ആകെ മൊത്തം കൊളായെന്ന് തന്നെ പറയാം. എന്താ ബീട്രൂട്ട് ഒരുവിധം ആവിയിൽ ഇങ്ങനെ വെന്ത് വന്നേ. അപ്പം ഇതിലിനി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാനാണ് തീരുമാനം. ഒന്നുകൂടെ ഒന്ന് വേവാണ്ട്. അപ്പോൾ അങ്ങനെ അടച്ച് ഒതുങ്ങി കിട്ടിയിട്ട് വേണം പിന്നെ അത് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചോറിയാൻ പറ്റുന്നതാണോ? തീരൻ്റെ ചൊറിച്ചിൽ തുടങ്ങിയിട്ടോ. അപ്പോൾ അവൻ എവിടെയെങ്കിലും ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കൊണ്ടിരുന്ന് ചൊറിയിപ്പിക്കും. അപ്പോൾ ആ ചൊറിയാൻ പറ്റണില്ല പറഞ്ഞ് ഭയങ്കര ദേഷ്യമാട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൊറിഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഞാൻ അവനോട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഈ സൈഡിൽ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കിണുങ്ങലൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബീട്രൂട്ടിൻ്റെ കൂട്ടത്തിൽ സോയാബീൻ വറുത്ത് ഒന്നല്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ സോയാബീൻ ഫ്രൈ ചെയ്ത് അങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യണേ. ഇതുവരെ അവന് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാവണുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പോണോടത്തോളം അങ്ങനെ പോട്ടെ വിചാരിച്ചേ. ഏതായിട്ട് അപ്പോൾ അത് അച്ഛനെ കണ്ടപ്പോൾ അവൻ്റെ പകുതി ഹാങ് ഓവർ അങ്ങോട്ട് മാറിയിട്ടോ. ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ വർത്തമാനങ്ങളൊക്കെ പിന്നെ വരുള്ളൂ. അപ്പോൾ എന്നോട് നല്ലോണം തേച്ചൊരച്ച് അങ്ങോട്ട് പല്ല് തേച്ച് വെളുപ്പിക്കാനൊക്കെയാണ് ഈ പറയണത്. അത് കഴിഞ്ഞ് വന്നപ്പോഴാട്ടോ ബീട്രൂട്ട് ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനതിൽ ഒരു മുട്ടയാട്ടോ പൊട്ടിച്ചൊഴിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവത്തിരി സമയം വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ച് പാൻ വെച്ചിട്ടുണ്ട്. പാനിലുണ്ടാകുന്ന ചട്ടി ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് അത് കഴുകിയിട്ട് വീണ്ടും വെക്കുകയാണ്. സോയാബീൻ ഫ്രൈ ചെയ്യാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് നാരങ്ങ നീര് അങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് അങ്ങനെ വറക്കാണ് കേട്ടോ. ആദ്യം ഞാൻ മറ്റേ ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചു, ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ അതിൽ നിന്ന് പിഴിഞ്ഞിട്ടാണ് ഈ മസാല ഐറ്റംസൊക്കെ ഇട്ട് തേച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല മണമായിരുന്നു. ഞാൻ ബീട്രൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കണ പോലെ എന്തെങ്കിലും ആവുമോ വിചാരിച്ചിട്ട്. വേറെ വെള്ളം സാധനങ്ങളൊന്നും ഇല്ല, ആവിയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ വേവാണ്. അപ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനും ചാൻസ് ഉണ്ടല്ലോ. 2 സംഭവങ്ങളാവുമ്പോഴേക്കും ചോറ് വാർത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും 7:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇപ്പോൾ അരി മാറ്റിയപ്പോൾ വേവ് അങ്ങോട്ട് സെറ്റായിട്ടില്ല, അങ്ങോട്ട് വെന്ത് കിട്ടണില്ല പെട്ടെന്ന്. വേറെ അരി മാറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്, വേവ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴേ അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ തീരണ വരെ അങ്ങോട്ട് ഉപയോഗിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് വെന്തിട്ടില്ല. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വാർത്ത് വെച്ചിട്ട് റൈസ് കുക്കറിൻ്റെ പാത്രത്തിൻ്റെ ആ തിളക്കം അങ്ങോട്ട് മങ്ങിയ പോലെ. അപ്പോൾ ഞാനതൊന്ന് തുടച്ച് വെച്ചതാണ് കേട്ടോ. താഴെ ഇറക്കി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഹോളിലേക്ക് പോയി. ചില സമയത്ത് എണ്ണ തേച്ച് കുളിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ എണ്ണ തേപ്പിക്കലൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ടൈമുണ്ട് തോന്നിയപ്പോൾ വേഗം കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര മടിയാണ്. പിന്നെ കുളിക്കാനും നല്ല മടിയായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും വിളിച്ചിട്ട് വരണില്ല. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അങ്ങനെ കരച്ചിലും ചെറിയ കിണുങ്ങലൊക്കെ വന്നു കേട്ടോ.
വേഗം ഹോളിക്ക് പോയി യൂണിഫോം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടില്ലേ, അപ്പോൾ അതൊന്ന് അയൺ ചെയ്തെടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ അവിടെ നിർത്തിയിട്ട് വേഗം അച്ഛൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വിശേഷങ്ങൾ പറയുക, ക്ലാസ്സിലെ വിശേഷങ്ങൾ അവന് തോന്നിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോളൂ കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിങ്ങനെ പറയണ നേരം കൊണ്ട് ഞാൻ വേഗം അയൺ ചെയ്തെടുത്തു കേട്ടോ. അയൺ ചെയ്തിട്ട് യൂണിഫോം അങ്ങോട്ട് മാറ്റി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഞാൻ വേഗം ദോശ എടുത്ത് കൊണ്ടുവന്ന് വയൽ വെച്ച് കൊടുക്കാൻ തന്നെ. അപ്പോൾ അവൻ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് കേട്ടോ. അവൻ്റെ കൂടെ ഓടി ഓടി നടന്നിട്ടാണ് ഞാൻ ദോശ കൊടുത്ത് കിടന്നത്. കളിച്ചട്ടിന് എരിവും ഉണ്ടായിരുന്നു, പിന്നെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്താൽ. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും, അതാണ് ഒരു സമാധാനം. അല്ലെങ്കിൽ ഒന്നും കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു വിഷമം. ഫോട്ടോ എടുക്കണം ID കാർഡിന് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സന്തോഷത്തിൽ അങ്ങോട്ട് കൂടി കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ്. ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ സോയാബീൻ ഫ്രൈ കേട്ടോ. അപ്പോൾ ചോറിൻ്റെ മുകളിൽ മറ്റത് വെച്ചു, വേറെ പാത്രത്തിലൊന്നും ആക്കാൻ നിന്നില്ല. എന്നിട്ട് ഇതാ ടവലിൽ പൊതിഞ്ഞ് കൊടുത്തു. പറഞ്ഞൊന്നും ഓർമ്മയില്ല. ഇന്ന് ബുധനാഴ്ച സ്പെഷ്യൽ യൂണിഫോം അല്ല കേട്ടോ, കോമൺ യൂണിഫോമാണ്. ID കാർഡ് എടുക്കണോണ്ടും പിന്നെ തിങ്കളാഴ്ച അവന് അംബ്രല്ല ഡേ ആയിരുന്നു, പിങ്ക് കളർ ഡേ. അപ്പോൾ അന്ന് യൂണിഫോം ഇട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ച ഇട്ട് കൊടുത്ത്. പിന്നെ ID കാർഡായിരുന്നു മെയിൻ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുൾ വൈറ്റ് അല്ല, കോമൺ യൂണിഫോമാണ്. കറക്റ്റ് 8:30 ഇവിടെ സ്കൂൾ ബസ് വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 8:25 ഇപ്പോൾ പുറത്തിറങ്ങി നിന്നു. അങ്ങനെ സ്കൂൾ ബസ് വന്നു. അവിടെ ഒരു സ്റ്റോപ്പിൽ ഒരു കുട്ടീനെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സ്കൂളിലേക്ക് വിട്ടു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു അടുത്ത വീഡിയോയിൽ കാണാം.